ജെസ്സി, ഓഗസ്റ്റ് 1-നല്ല ഞാൻ നിന്നെ കണ്ടതും കൊണ്ടുപോകുന്നതും. ഓഗസ്റ്റ് 1-ന് നമ്മൾ കല്യാണം കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് നമ്മൾ ഒരുമിക്കുകയും ആ ഒരുമ ഇന്നും എന്നിൽ ഒരുമയായിട്ട് തന്നെയുണ്ട്. അന്ന് നമ്മൾ ഹിഗിൻസ് അളിയൻ്റെ വീട്ടിലാണ് നിന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. ഹിഗിൻസ് അളിയൻ്റെ വീട്ടിലായിരുന്നു. അന്ന് നമ്മൾ ഒരുമിച്ചതിൻ്റെ താല്പര്യം എന്തായിരുന്നു? നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ നന്നായിട്ട് ജീവിക്കുന്ന അവസ്ഥക്ക് ഞാൻ ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. നന്നായിട്ട് ജീവിക്കുക എന്നുള്ള ഭാഗം എന്നിലുള്ള കുറവുകളും തെറ്റുകളും ഒക്കെ തിരുത്തി വളരെ മനോഹരമായിട്ട് എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് അഭിമാനമുള്ളൂ. നിൻ്റെ കൂട്ടത്തിൽ ജീവിച്ച ആ ഒരു സമയം ഇന്നും അത് നല്ല രീതിയിൽ അനുഭവത്തിലുണ്ട്. നല്ല കാര്യങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത്, മോശം കാര്യങ്ങൾ എന്നെ നിലനിർത്തുന്നില്ല. അതുകൊണ്ട് മോശം കാര്യത്തിന് ഞാൻ സ്ഥാനം കൊടുക്കുന്നില്ല. നീ നിർഭാഗ്യവശാലോ എന്തെങ്കിലും കാരണവശാലും മറ്റുള്ളവരുടെ സ്വാധീനത്തിലോ നിനക്ക് എന്നോട് അസ്വസ്ഥതയെന്ന് തോന്നുന്നെങ്കിൽ നീ മനസ്സിലാക്കുക, നിന്നെ നിരന്തരം അസ്വസ്ഥതയിൽ നിലനിർത്താൻ സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ട്, അതിന് സപ്പോർട്ട് തരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ നിരന്തരം ആശ്വാസത്തിലും സമാധാനത്തിലും നന്മയിലും നിലനിൽക്കാൻ തക്കതായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. അതല്ലാണ്ട് ഒരിക്കലും നിന്നോട് മോശമായിട്ട് സംസാരിക്കാനോ മോശമായിട്ട് ചിന്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല എൻ്റെ കൂട്ടത്തിലുള്ളവരും. അവരെപ്പോഴും സ്നേഹത്തോടും സന്തോഷത്തോടും പെരുമാറാനും വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തിലും ആരോഗ്യത്തിലും ഞാനിപ്പോൾ ജീവിക്കുന്നു. അതല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക ജെസ്സി? ഈ ജെസ്സിയോടെന്നുള്ളതല്ല, എല്ലാ മനുഷ്യരോടും, മനസ്സിലായ എല്ലാ മനുഷ്യരോടും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ സ്നേഹത്തോട് കൂടിയിരിക്കുന്ന എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ യാതൊരു താല്പര്യവുമില്ല. എല്ലാവരുടെയും സ്നേഹമാണ്, മനസ്സിലായോ? അതല്ലാത്ത വേറെ ഒന്നും ആർക്കുമില്ല. ഓക്കെ, ടേക്ക് ബൈ ബൈ എവരി വൺ. എല്ലാവർക്കും ഇത് തന്നെ. വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് മാത്രമല്ല, മനസ്സിലായി, എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം അത് നമ്മളുടെ ആരുടെയും സൃഷ്ടിയല്ല. നമ്മളിൽ നടക്കുന്ന സൃഷ്ടി എപ്രകാരമാണെന്ന് അനുഭവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അതിന് ഞാൻ ഇന്നേ വരെ ഒരു ബ്രേക്ക് ചെയ്യാൻ കണ്ടിട്ടില്ല. മനസ്സിലായി, അതിങ്ങനെ തുടർന്നിരിക്കുക. എവിടെ ആരംഭിച്ചു അതും അറിയത്തില്ല. ഇത് ഭയങ്കര രസമാണ് ഈ ജീവിതം. അത് രസിച്ച് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലല്ലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എതിർക്കുക, നമ്മൾ ഒഴിവാക്കുക, കൊള്ളത്തില്ല, ചീത്തയാണ് എന്ന് പറയുന്നവരുടെ അടുത്ത് നമുക്ക് എങ്ങനെ ചെല്ലാൻ പറ്റും? അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് മനസ്സുകൊണ്ട് ആരോടും ഒരു വെറുപ്പില്ല, വിദ്വേഷമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട്, സ്വസ്ഥതയുണ്ട്. ഓക്കെ, ടേക്ക് ബൈ ബൈ എവരി വൺ.